അടൂരിൽ പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ആത്മഹത്യയാണെന്ന സൂചന. അമിത വേഗതയിൽ വന്ന കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതായാണ് സംശയം. അപകടത്തിൽ അധ്യാപികയായ അനുജ, സുഹൃത്ത് ഹാഷിം എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രദീപ് സി നെടുമൺ ചേരുന്നു. പ്രദീപ്, ദുരൂഹതയുണ്ടെന്ന് ഉള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള സംശയമാണ് അത്തരത്തിലുള്ള ഒരു ദുരൂഹതയിലേക്ക് നയിച്ചിരിക്കുന്നത്? അപർണ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ അപകടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വഴിത്തിരിവ് അതൊരു ആത്മഹത്യയാണ് എന്ന സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മരിച്ച അനുജ അതുപോലെ ഹാഷിം എന്നിവർ ഏതാണ്ട് 4 വർഷക്കാലമായി അടുപ്പത്തിലായിരുന്നു, സൗഹൃദത്തിലായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇരുവരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊരു സംശയം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇന്നലെ രാത്രി 10:30 ഈ അപകടം ഉണ്ടായത്. ഇത് അടൂരിൽ നിന്നും പത്തനാപുരത്തേക്കുള്ള വഴിയിലാണ് ഈ അപകടം. അത് കാർ അമിത വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ അധ്യാപിക, അവർ തുമ്പ നോർത്ത് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. അവർ മറ്റ് അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്ത് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. ഇവർ തിരിച്ചു വരുന്ന വഴിയിൽ കാർ വാഹനത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയാണ് ഹാഷിം ഈ ടീച്ചറെ കാറിൽ നിന്ന് വലിച്ചിറക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ മറ്റധ്യാപകർ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൊച്ചച്ഛൻ്റെ മകനാണ് എന്ന ഒരു മറുപടിയാണ് ഈ ടീച്ചർ നൽകിയത്. ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് മറ്റു ചില അധ്യാപകർക്ക് അറിവുണ്ടായിരുന്നതായും സൂചനയുണ്ട്. ഈ അധ്യാപികയെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം മറ്റധ്യാപകർ ഉടൻ തന്നെ അനുജയുടെ വീട്ടിൽ വിവരമറിയിക്കുകയും ചെയ്തു. അനുജയുടെ ഭർത്താവിനെയും അച്ഛനെയും വിവരമറിയിച്ചു. ഇരുവരും നിർദ്ദേശപ്രകാരം അവർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചിരുന്നു. അല്പസമയത്തിനകമാണ് ഈ അപകട വാർത്ത എത്തിയത്. ആദ്യം പോലീസ് അടക്കം എല്ലാവരും വിചാരിച്ചത് ഇതൊരു അപകടമാണെന്ന് തന്നെയായിരുന്നു. എന്നാൽ പിന്നീടാണ് ദൃക്സാക്ഷികളുടെ മൊഴിയടക്കം ഈ കാർ വളരെയധികം വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്ന് വ്യക്തമായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ അധ്യാപിക ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന സൂചന മറ്റു ചില അധ്യാപകരോട് പറഞ്ഞിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ എന്നൊരു അന്വേഷണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇരുവരും 4 വർഷത്തിലേറെയായി അടുപ്പം ഉള്ളവരായിരുന്നു. ഈ അനുജ കുടുംബിനിയാണ്, അവർക്ക് ഒരു മകനുമുണ്ട്. ഇരുവരും തമ്മിലുള്ള അടുപ്പം, സൗഹൃദം വീട്ടിൽ അറിഞ്ഞതിനെ തുടർന്നുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഒരു ആത്മഹത്യ എന്ന ഒരു ഇതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അപർണ, പ്രദീപ്, ഹാഷിമിന്റെ കുടുംബ പശ്ചാത്തലം ഏത് തരത്തിലാണ്? ഒപ്പം ഈ അപകടം നടന്ന സമയത്ത് ഉടൻ തന്നെ ഇരുവരും മരിക്കുകയായിരുന്നോ ഉണ്ടായിരുന്നത്? അപർണ, ഹാഷിം ബസ് ഡ്രൈവറാണ്. അദ്ദേഹം ചാരുമൂട് പാലമ്മേൽ എന്ന സ്ഥലത്ത് ഉള്ള ആളാണ്. ഇരുവരുടെയും വീടുകൾ തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഏതാണ്ട് 5-6 കിലോമീറ്റർ അത്ര വ്യത്യാസമേ ഉള്ളൂ. നൂറിനാട് സ്വദേശിയാണ് അനുജ. ഇരുവരും തമ്മിൽ ഏറെക്കാലമായി അടുപ്പത്തിലുമായിരുന്നു. അപകടത്തെ തുടർന്ന് വലിയൊരു അപകടം തന്നെയായിരുന്നു. കാരണം അമിത വേഗതയിൽ കാർ കൊണ്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു. അധികം വൈകാതെ ആശുപത്രിയിലെത്തി അധികം വൈകാതെ ഇരുവരും മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ കാറിൽ നിന്ന് മദ്യക്കുപ്പി അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹാഷിം ഉപയോഗിച്ചിരിക്കാൻ ഉള്ള സാധ്യതയും ഉണ്ട്. രാത്രി 10:30 ഈ അപകടമുണ്ടായത്. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് അധികം വൈകാതെ വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപർണ. പ്രദീപ് സി നെടുമൺ വിവരങ്ങൾ നൽകിയത്.